ഇറങ്ങി പോയി വിടുന്നത്. എന്ത് തരത്തിലാടി വേണ്ടി ഇങ്ങോട്ട് കയറി വന്നത്? നാട്ടുകാരും ബന്ധുക്കളെ മുമ്പിൽ വെച്ച് ഞങ്ങളെ മാനം കെടുത്തി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയല്ലേ നീ? എന്നിട്ടിപ്പോ കയറി വന്നിരിക്കുന്ന അനിയത്തിയുടെ കല്യാണം കൂടാൻ. നിനക്ക് അച്ഛനും അമ്മയും കൂടെ പുറപ്പും ഒന്നുമില്ല. ഇറങ്ങി വിടുന്നത്. എന്തു പറ്റി? ഇന്ന് സ്വപ്നം വല്ലതും കണ്ട? അമ്മൂൻ്റെ കല്യാണ കാര്യം അറിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു. അല്ല, നീ കിടക്കണില്ലേ? ദൈവം, എനിക്ക് അർജൻറ്റായിട്ട് തീർക്കേണ്ട കുറച്ച് വർക്കുണ്ട്. ഞാൻ തീർത്തിട്ട് കിടന്നോളാം. അത് നാളെ സബ്മിറ്റ് ചെയ്താലും പോരെ? ഇപ്പം എൻ്റെ കൂടെ ഒന്നൊന്ന് കിടക്കും. നീ പോയി കിടക്ക്, എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ. ഹായ് സന്ദീപ്. ഐ ആം ഡൂയിങ് ഇറ്റ്. It will take around 2 hours. Yeah, I'm trying. Okay. എടാ, എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടണില്ല. ഇന്ന് തന്നെ വകയിലൊരു അമ്മാവ് ഏതൊരു ആലോചന കൊണ്ട് വന്നതാണ്. അതെങ്ങനെയൊക്കെയോ ആണ് ഞാൻ ഒഴിവാക്കിയല്ലോ. പിന്നെന്താ പ്രശ്നം? നിനക്ക് അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കണം. തുറക്കാനാ? ബാൽക്കണിയില? അതെ, എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? നീയല്ലേ കാണണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു അച്ഛണ്ട് താഴെ. ഉണ്ടായിക്കോട്ടെ, താഴെയല്ലേ. നീ പോയേ. ഇറങ്ങി പോ. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ആ ഫോൺ മാറ്റിട്ട് യൂണിഫോം എടുത്തിട്ട് ഇറങ്ങി തച്ചു. അമ്മ എന്ന് യൂണിഫോം അല്ലേ ഇടുന്നേ? നമുക്കിത് വെറൈറ്റി പിടിക്കാം. വെറൈറ്റി പിടിക്കാം. ഇങ്ങോട്ട് വാങ്ങ. എൻ്റെ പൊന്നനീഷേ, നിന്നെ ഞാൻ ആകെ ഏൽപ്പിച്ച പണി ഡോക്യുമെന്റേഷനാ. നീ അതെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്യും. ശരി, നീ ചെയ്യണ്ട, ഞാൻ വന്ന് ചെയ്തോളാം. അരമണിക്കൂറിൽ ഞാൻ എത്തും. ഇവനൊക്കെ എന്തിനാണെന്നോ ടീമിലെടുക്കും. 5 മിനിറ്റ് ഞങ്ങൾ കൂടെ പറഞ്ഞോണ്ടേ. പൊന്നുരേവു, എനിക്ക് നാളെ ക്ലയന്റ് വിസിറ്റാ. ഇഷ്ടം പോലെ പണിയുണ്ട് തീർക്കാം. നീ ഒന്ന് മാനേജ് ചെയ്യും. ഞാൻ ഓൾറെഡി റെഡിയായി. അവളും കൂടെ റെഡി ആവണ സമയമുള്ളൂ. രേവു, സമയമില്ല. നീ ഊബർ എടുക്ക്. ശരി. ഹലോ. നിനക്കൊന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ ഇങ്ങനെ നടന്നോളും. എടാ, ഞാൻ വല്ല ഓട്ടോ അടിച്ച് പൊക്കിയോളാം. നീ ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഭയങ്കര സീനാക്കൂലേ? അയാൾ സീനാക്കി എനിക്കും തോന്നുന്നു. ഞാനെന്താ അയാളെ കേട്ടാൻ പോണത്? നീ വന്ന് കയറി. എടാ, മഴയില്ലേ? അതല്ലേ രസം. വന്ന് കയറ്. കയറിയാ? പോവാം. അമ്മ ഈ നല്ല മിന്നിക്കൊണ്ടേ ഇട്ടാ. അമ്മ അതാ ആഹാരം വന്നോ? ഇതാര്? വെയിറ്റ്, നമ്മൾ മോളിൽ പോയി കളിക്കാൻ പോണം. നീ വാ. ഭാഗ്യം, എങ്ങനെ സ്കൂട്ടാവാൻ നോക്കേ. രണ്ടും കൂടെ ചേർന്ന വാല എന്നല്ലേ? എടി, നീ ഇത് ട്രിപ്പ് പോണെന്നല്ലേ പറഞ്ഞേ? എടി, അത് അടുത്ത ആഴ്ച ഒരു 5 ദിവസം ഞാനും ചേട്ടനും കൂടി ഒരു ചെറിയ ട്രിപ്പ്. അല്ല, അപ്പൊ മോളെ കാര്യോ? മോളുടെ കാര്യം സാരമില്ലടി. ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവര് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് മോളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ആണല്ലേ? പിന്നെ അമ്മൂൻ്റെ കല്യാണമായാ? ഇൻസ്റ്റയിൽ വമ്പം ബ്രൈറ്റ് ടു ബി ഫോട്ടോസ് ഒക്കെ കണ്ട്. പക്ഷെ നിന്നെ കണ്ടില്ലല്ലോ. എടി, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ലേ? ഇല്ലടി. ഇപ്പൊ എത്ര നാളായി? നിനക്കൊന്ന് പാച്ചപ്പ് ആയിക്കൂടെ? എടി, സത്യം പറഞ്ഞാൽ എനിക്ക് വരെ നന്നായിട്ട് മിസ് ചെയ്യണുണ്ട്. അമ്മൂൻ്റെ കല്യാണം കൂടെ ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ ശ്രേയ എപ്പോ വന്നു? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ ചേട്ടാ. ഞാൻ കുറച്ച് തിരക്കില്ല കേട്ടോ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. സരിൻ ചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യിപ്പിച്ചൂടെ? ബെസ്റ്റ്. നീ ഇപ്പം തന്നെ കണ്ടില്ലേ, പുള്ളിക്ക് ഓഫീസിലെ തിരക്ക് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും മിണ്ടാൻ പോലും സമയമില്ല. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച കാലം പോലും മറന്നു.
എടി നീ ഒന്ന് പറഞ്ഞു നോക്ക്, എല്ലാം ഓക്കെ ആവും. അനീഷ് കാരണം മൈൽ സ്റ്റോൺ മിസ്സായി. ഇനി ആ സന്ദീപിൻ്റെ വായി കിടക്കണക്ക് ഞാൻ കേൾക്കണം. അതെനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. ആ മോളുടെ ഫീസേ അടുത്ത ആഴ്ചയല്ലേ കൊടുക്കേണ്ടത്, ഞാൻ അത് ഇട്ടിട്ടുണ്ടേ. പിന്നെ PTA മീറ്റിങ്ങിന് നീ തന്നെ പോകണം. എനിക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല രഘു. കഴിഞ്ഞോ? ഓ നീ എന്തോ പറയാൻ വന്നല്ലേ, പറ. അല്ല, അമ്മുവിൻ്റെ കല്യാണം അടുത്ത മാസമല്ലേ, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിന്? അവർക്ക് ആ ചിന്തയൊന്നുമില്ലല്ലോ. എടി ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് നമ്മളൊന്നുമില്ലല്ലോ. അന്ന് അവരെന്തൊക്കെ പൂല ഉണ്ടാക്കിയേ, നീ എല്ലാം മറന്ന? അല്ല, അതുകൊണ്ടല്ല, എനിക്ക് വീടും എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എടി അവർ വിളിക്കാതെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോവും? ഇനി നമ്മൾ അങ്ങോട്ട് ചെന്നെന്ന് വെച്ചോ, വലിഞ്ഞേറി വന്നെന്ന് പറയില്ലേ? ചുമ്മാ. അല്ല, കസിൻസിനെ എല്ലാവരെയൊക്കെ ഞാൻ... നിനക്ക് ഈ എല്ലാവരും മിസ് ചെയ്യാനായിട്ട് എന്ത് കുറവാണ് ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളത്? നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും നല്ല പൊസിഷനിലല്ലേ ഇപ്പോൾ ഉള്ളത്. നീ കൂടുതൽ ഒരു നാലേക്ക് കിടക്കാൻ നോക്കിയേ. ആ ലൈറ്റ് ഓഫ് ചെയ്തേ. ഇവിടെയാണോ വണ്ടി പാർക്ക് ചെയ്യണത്? അല്ല അത് പിന്നെ നിന്റെ പാട്ട പോലത്തെ അല്ല, ഇത് ലക്ഷങ്ങൾ വരെയുള്ള വണ്ടിയാണ്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ വന്ന് കയറിക്കൊള്ളും. ഏട്ടാ അമ്മാവനാണ് റോങ്. എടാ പെടണോ? വേടാ പ്രശ്നം. ഒന്നുമില്ല ബ്രോ, വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടുക. വണ്ടി ബാക്കില്ലാതെ ഇങ്ങനെ പാർക്ക് ചെയ്താൽ ചിലപ്പോൾ തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. കണ്ട അമ്മാവ നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ സൈഡ് നോക്കാതെ കൊണ്ട് ചിടിച്ചിട്ട് ഒരുമാതിരി കണക്കണ വർത്താനം പറയില്ലേ? അല്ല ബ്രോ കുഴപ്പമില്ല, ഞങ്ങൾ സംസാരിച്ചോളാം. എനിക്ക് ഇതിനടുത്തൊന്നും സംസാരിക്കാനൊന്നുമില്ല. ഏട്ടാ എനിക്ക് അമ്മാവനെ പിടിക്കണ അകലോട്ടാ. ഇത്ര കാശ് ഇയാള് പൈസ കൊടുത്തിട്ട് പോയാൽ മതി. എൻ്റെ അടുത്ത് നീ കുറെ പൈസ വാങ്ങിച്ച്. അല്ല ബ്രോ ബ്രോ ഒരു മിനിറ്റ്, കുഴപ്പമില്ല, ഇതെൻ്റെ ഫാദറിലോ ആണ്. ഫാദറിലെന്ന് വെച്ചാൽ അല്ല ബ്രോ, അല്ല എൻ്റെ അമ്മായച്ചനാണ്. നീ കിളിയാണ്. ഇത്ര നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അമ്മായിച്ചനാണെന്ന്? അകലോട്ടാ വാടാ. അഴുക്ക കുടുംബം തന്നെയല്ലേ? കള്ള കൂട്ടങ്ങള്. നമ്മളെ പോലെ മാന്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു കോപ്പിലെ സൗജന്യം എനിക്ക് വേണ്ട. നീ പിടിക്ക്. അല്ല ഹലോ, പറയടാ. രേവതി, ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ആനിവേഴ്സറി എന്താണ് പരിപാടി? ഓ, എന്ത് പരിപാടി? ഞാൻ ഇവിടെ ഓഫീസിലാണ്. അപ്പൊ സരിൻ ചേട്ടനോ? പുള്ളി വീട്ടിലുണ്ട്, വർക്ക് ഫ്രം ഹോമാ. ഓഹോ, അപ്പൊ ആനിവേഴ്സറി ആയിട്ട് കാര്യമായിട്ട് നിനക്ക് എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് വീട്ടില്? ആയിരിക്കും അല്ലേ? പിന്നല്ലാതെ. എടി ഒരു മിനിറ്റ്, എനിക്ക് വേറൊരു കോള് വരുന്നേ, ഞാൻ തന്നെ വിളിക്കാം. ആ ശരി. ഡോർ ലോക്കല്ല, കയറിപ്പോരെ. ആഹാ, 6 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് നേരത്തെ എത്തിയാ? അതെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അയ്യോ ഞാൻ മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യും, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്കിന്ന് പുറത്തു പോയി കഴിക്കാം. ഞാനെങ്ങുമില്ല. ഞാൻ പറഞ്ഞോട്ടില്ല, നീ ഇപ്പൊ ഓർത്തു. അല്ലെങ്കിൽ അതുമില്ല. കയറി വരുമ്പോൾ എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചേക്കെന്ന് വിചാരിച്ചാൽ ഞാൻ വെറും വണ്ടി. നീ ചുമ്മാ ചൂടാവല്ലേ, നീ പോയി റെഡി ആയിട്ട് വാ. നീ കേക്ക് വല്ല ഓർഡർ ചെയ്താ? ഓ, നീ അത് ഞാൻ ചെയ്യണമായിരുന്നല്ലേ? പിന്നെ ആരാ നോക്കിയേ? ഹലോ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ സർപ്രൈസ് മതിയാവോ? അച്ഛാ, അമ്മ കയറിയോ? ഇടി
എന്റെ മക്കളെവിടെ? അമ്മ അവളെ മോളുണ്ട്, വാ. മോളെ, സാറിനെ അടുത്ത ആഴ്ചയാണ് അമ്മുവിന്റെ കല്യാണം എന്നുള്ള അറിയാമല്ലോ. രണ്ടാളും നാളെ തന്നെ എത്തിയേക്കണം. മോനുള്ളതുകൊണ്ട് അച്ഛൻ ഇനി ഉഷാറാകും. അപ്പൂപ്പ ഞാൻ റെഡി. വാ മോളെ, ഞങ്ങൾ ഇവിടെ കൂടെ കൊണ്ടുപോവാണ് കേട്ടാ. വാ മോളെ. അതെ, അച്ഛൻ എങ്ങനെ കൺവിൻസ് ആക്കിയേ? കൺവിൻസ് ആക്കിയത് ഞാനാണെങ്കിലും കൺവിൻസ് ആക്കിപ്പിക്കാൻ കാരണം അച്ഛനമ്മയുടെ കൂടെ പോയ കുരിപ്പില്ലേ, അവളാണ്. ആര്? ദക്ഷി? എടി, നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മ എവിടേക്കൊന്നും വരാറില്ലേ? ഇല്ലടി, അച്ഛനും അമ്മയും ലവ് മാരേജ് അല്ലായിരുന്നാ. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഒന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ആരും ഇവിടെ വരാറില്ല. അപ്പൊ നാളെ നീ ലവ് ചെയ്താ നിന്റെ അമ്മയും അച്ഛനും കെട്ടിച്ചു തരുംല്ലേ? കെട്ടിച്ചു തരേണ്ടതാണ്. കെട്ടിച്ചു തന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും ചെയ്താലും ഞാൻ ഓടിച്ചോടും. ആ, അപ്പൊ മോൾ ഒളിച്ചോടി പോകുന്ന കരുതിയിട്ടാണ് അച്ഛനെ കൺവിൻസ് ചെയ്യിക്കാൻ പോയതല്ലേ? എടി അങ്ങനല്ല. ലക്ഷ്യമോൾ ഒരു 10-20 വർഷം നമ്മൾ നോക്കി വളർത്തിയിട്ട് പിന്നെ അവളൊന്നും കാണാൻ പോലും കിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ പറയണം. ഹലോ അച്ഛാ, ഞാൻ സാറിനാണേ. ഇരിക്കേ. കുടുംബത്തിന് മൊത്തം നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അച്ഛാ, അമ്മ അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ ഞങ്ങൾ ചെയ്തത് മാപ്പറിയിക്കാത്ത തെറ്റ് തന്നെയാണ്. അന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കത് മനസ്സിലാവില്ലായിരുന്നു. അത് മനസ്സിലായത് ഞങ്ങൾ അച്ഛനും അമ്മയും ആയ ശേഷമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായപ്പോഴാണ് ഞങ്ങൾ എത്രത്തോളം ഹേർട്ട് ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ എത്ര വേദനിച്ചാലും നിങ്ങൾ ഹാപ്പിയല്ലേ? നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ അത്രയൊക്കെ ഞാൻ രവിന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം മാന്യമായിട്ടാണ് ഞാൻ രവിനെ നോക്കുന്നത്. നിങ്ങളെ കാണാനും മിണ്ടാനും പറ്റാത്തതുകൊണ്ടും ദക്ഷമോളെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും രവി നല്ല സങ്കടത്തിലാണ്. അച്ഛാ, ഇത്രയും കാലമായില്ലേ, ഇനിയെങ്കിലും ഒന്ന്
എന്തൊക്കെ കാര്യങ്ങളാണ് നീ കാണിച്ചത്? പിന്നെ പണ്ട് നീ കോളേജിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു. പണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഒറ്റ മൈൻഡിലാണ് ചെയ്യും. ആ അതെ അതെ, അത് ഞാൻ പിന്നെ കണ്ടതാണല്ലോ പലതും. അല്ലെങ്കിലും നിന്റെ സന്തോഷം കാണാൻ വേണ്ടി പണ്ട് മുതൽ ഞാൻ എന്തും ചെയ്യാറുണ്ടല്ലോ. അതെ, നമ്മൾ ക്രിഞ്ചാവുന്നുണ്ടോ? ഏയ്, രണ്ടുപേര് സംസാരിക്കുമ്പോൾ അത് ക്രിഞ്ചല്ല. അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വരുമ്പോഴാണ് അത് ക്രിഞ്ചാവുന്നത്, അല്ലേ? അതെ, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് മൈൻഡ് വോയിസാ, മൈൻഡ് ചെയ്യണ്ട. ദേവു, എടീ, കല്യാണം കഴിഞ്ഞ് മോളായപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടി. പിന്നെ നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ഓടേണ്ടി വന്നു. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന ആളല്ലേ നീ. ആ നിനക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് വരേണ്ട ഞാനല്ലേ. എടോ, എൻ്റെ ഈ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ തമ്മിലുള്ള മൊമെൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല. അതെ, ഇനി വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഡേറ്റിനൊക്കെ പോയാലോ? അപ്പം മോളാരോ? അതൊന്നും പേടിക്കണ്ട. ഇപ്പോൾ അച്ഛനും അമ്മയില്ലേ, മോളെ അവരുടെ അടുത്താക്കാം, അവരും ഹാപ്പിയാവും. എന്നിട്ട് വാ വാ. അതെ, തിയേറ്ററിൽ പടം കാണാൻ വേറെ ആരുമില്ല? ഇല്ല, നമ്മൾ മാത്രം പോരെ. കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പല കപ്പിൾസും ഉള്ളു തുറന്ന് സംസാരിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും മറന്നു പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ പരസ്പരം ഒന്ന് കണക്ട് ചെയ്യാനും ആ പഴയ വൈബ് തിരിച്ചു കൊണ്ടുവരാനും പലരും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വീട്, ജോലി, മക്കള്, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ വരുമ്പോൾ പ്രണയിക്കുന്ന ടൈമിലെ പോലെ ഫുൾ ടൈം ഫോണിൽ സംസാരിക്കാനും കറങ്ങി നടക്കാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ ഈ റീസണും പറഞ്ഞ് സ്നേഹിക്കാനേ സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കിടന്ന് ഓടിയിട്ട് എന്താണ് കാര്യം? സോ എല്ലാ കപ്പിൾസും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സ്പാർക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനിയെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടുക. അതുപോലെ മറ്റൊരു കാര്യം, വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ ദയവേത് എത്ര എഫേർട്ട് ഇട്ടാണെങ്കിലും നിങ്ങൾ ഒരുമിക്കാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഒരു ഈഗോയുടെ പേരിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കാതിരുന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും മിസ്സാവുന്നത് ഇതുപോലെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലത്.